ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സ്കാനിങ്ങിന്റെ ബില്ലടയ്ക്കാനായി കാവേരി പോവാൻ തുടങ്ങുമ്പോഴാണ് നിവിൻ അങ്ങോട്ട് വരുന്നത്. കാവേരി എന്ന് വിളിച്ച് നിവിൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നിവിൻ എന്താ ഇവിടെ എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. ഞാൻ നിളയുടെ കാര്യം അറിഞ്ഞിട്ട് വന്നതാ കാവേരി എന്ന് പറയേ ഓ എന്ന് പറഞ്ഞ് കാവേരി നടക്കാൻ തുടങ്ങുക. ആ ബില്ലിങ് താ കാവേരി, ഞാൻ അടച്ചോളാം എന്ന് നിവിൻ പറയുന്നുണ്ട്. വേണ്ട നിവിൻ, എൻ്റെ കാശുണ്ടെന്ന് കാവേരിയും. ഞാനൊന്ന് നോക്കട്ടെ കാവേരി, എൻ്റെ ഫ്രണ്ടിന്റെ അച്ഛൻ കാർഡിയോളജിസ്റ്റാ എന്ന് നിവിൻ പറയേ അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് കാവേരി അവിടുന്ന് പോവുകയാ. കാവേരി ചെന്ന് ബില്ലടയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ കൊടുക്കാം കാവേരി എന്ന് പറഞ്ഞ് നിവിൻ പറയുന്നുണ്ടെങ്കിലും വേണ്ട നിവിൻ എന്ന് പറഞ്ഞ് കാശെടുക്കുക കാവേരി. 10,500 എന്ന് അയാൾ പറയേ കാർഡ് എടുക്കില്ലേ എന്ന് കാർഡ് നീട്ടിക്കൊണ്ട് നിവിൻ ചോദിക്കുന്നുണ്ട്. കാർഡൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് അവനെ തടഞ്ഞുകൊണ്ട് ചേട്ടാ QR കോഡ് ഉണ്ടോ എന്ന് കാവേരി ചോദിക്കുക. കാവേരി മൊബൈലിൽ QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴേക്കും കാവേരി ഞാൻ കൊടുക്കാമെന്ന് നിവിൻ പറയുന്നുണ്ട്. അതിന് സമ്മതിക്കാതെ അവൾ ആ ബിൽ പേ ചെയ്യുക. ബില്ലടച്ചവൾ തിരികെ മടങ്ങുമ്പോഴേക്കും നിവിനും പുറകെ ചെന്ന് കാവേരി എന്താ ഒരു പിണക്കം പോലെ എന്ന് ചോദിക്കേ ഞാൻ ആരാ നിവിനോട് പിണങ്ങ എന്ന് കാവേരിയും. അല്ല കുറച്ചു മുമ്പേ നമ്മൾ കണ്ടതല്ലേ, അപ്പോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ടെൻഷനോടെ നിവിനും ചോദിക്കുക. ആർക്ക് കുഴപ്പമില്ലെന്ന്, ഞാൻ അപ്പോഴും ഇപ്പോഴും എല്ലാം ഒരുപോലെ തന്നെ, എനിക്കൊന്നും മറയ്ക്കാനില്ലെന്ന് കാവേരിയും. അതിന് ഞാൻ എന്ത് മറച്ചെന്നാ എന്നവൻ ടെൻഷനോടെ ചോദിക്കേ. എന്റെ മൂഡൌട്ടും ഒക്കെ നോക്കി നിവിൻ എന്തിനാ സമയം കളയുന്നേ? കല്യാണമൊക്കെ അല്ലേ, ഇങ്ങനെ ഹോസ്പിറ്റലിൽ ചുറ്റിത്തിരിഞ്ഞ് സമയം കളയാതെ വീട്ടിലേക്ക് ചെല്ലേ എന്നവൾ പറയുന്നത് കേൾക്കെ ടെൻഷനോടെ നിവിനും ഓർക്കുന്നുണ്ട്. ആ കല്യാണത്തിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ കാവേരിയോട് നേരിട്ടെല്ലാം പറയാമെന്ന് വിചാരിച്ചത് മണ്ടത്തരമായി പോയോ? കാവേരി വീണ്ടും പറയുന്നുണ്ട്. നിവിനെ കണ്ടിട്ട് മടങ്ങുന്ന വഴി ഞാൻ ധന്യ ചേച്ചിയെ കണ്ടു. ചേച്ചിയാ നിവിന്റെയും രാഗിണിയുടെയും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്. നാടടക്കം ക്ഷണമുണ്ടായിട്ടും എന്നോട് മാത്രം എന്താ നിവിൻ ഇക്കാര്യം പറയാതിരുന്നത്? അപ്പൊ നമ്മുടെ റിലേഷൻ എന്താ വിലയുള്ളത് എന്നവൾ ചോദിക്കുമ്പോഴേക്കും ഒരു സിസ്റ്റർ അതുവഴി വരുന്നത് കണ്ട് സിസ്റ്റർ ഇതാ ബില്ലൊക്കെ പേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾ ആ ബില്ല് കൊടുക്കുക. സ്കാനിങ് കഴിഞ്ഞ് വിളിക്കാം, ഇവിടെ വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് സിസ്റ്റർ അകത്തേക്ക് കയറി പോവുകയാണ്. ടെൻഷനോടെ നിവിനും ഓർക്കുന്നുണ്ട്. അപ്പോ കാവേരിക്ക് എന്നോട് പ്രണയമുണ്ട്, അല്ലെങ്കിൽ രാഗിണിയുമായുള്ള വിവാഹത്തിന്റെ പേരിൽ എന്തിനാ എന്നോട് പിണങ്ങുന്നത് എന്നോർത്തവൻ അവളുടെ അരികിലേക്ക് ചെന്ന് കാവേരി എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ട് നിന്നോട് പറയാമെന്നാ ഞാൻ വിചാരിച്ചത് എന്ന് നിവിനും പറയുന്നുണ്ട്. എനിക്കതിൽ വിഷമമൊന്നും ഇല്ല നിവിൻ, നമ്മൾ ഒരാളെ കാണുന്ന വിലയിലും പ്രാധാന്യത്തിലും അയാൾ തിരിച്ച് ഇങ്ങോട്ട് കാണണമെന്നില്ലല്ലോ എന്നവൾ പറയേ. കാവേരി ഞാൻ എല്ലാം പറയാം എന്ന് നിവിനും ടെൻഷനോടെ പറയുന്നുണ്ട്. വേണ്ട നിവിൻ, നിളയുടെ കാര്യമോർത്ത് ചങ്കുപൊട്ടി നിൽക്കുവാ ഞാൻ. നിവിന്റെ എക്സ്പ്ലനേഷനുള്ള സമയമോ സാഹചര്യമോ ഇതല്ല. നിവിൻ പ്ലീസ് എന്ന് കാവേരി പറയേ. ശരി കാവേരി, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് നിവിനും. വേണ്ട നിവിൻ പോയിക്കോളൂ എന്ന് കാവേരി പറയേ. ഇല്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞവൻ ടെൻഷനോടെ അപ്പുറത്ത് മാറി നിൽക്കുകയാ. അവിടെ റിസപ്ഷൻ അരികിലേക്ക് വന്ന് ഈ നിവിനേട്ടൻ ഇതെവിടെ പോയി എന്ന് പറഞ്ഞവനെ തിരഞ്ഞു നിൽപ്പായി യമുന. അപ്പോഴാണ് അതുവഴി വരികയായിരുന്ന ഗംഗയും വിനീതും അവളെ കാണുന്നത്. ഗംഗ യമുനയോടായിടി നിന്നോട് അച്ഛമ്മയുടെ അടുത്ത് നിൽക്കാനല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കേ. നീളമോൾക്ക് അസുഖമാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല ഗംഗേച്ചി, ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു എന്ന് അവൾ പറയേ. യമുന എങ്ങനെയാ വന്നതെന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴി റോഡിൽ വെച്ച് നിവിനേട്ടനെ കണ്ടു, നിവിനേട്ടന്റെ കൂടെയാ ഞാൻ വന്നത് എന്നവൾ പറയുന്നത് കേൾക്കെ. ജീപ്പിലോ എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. ബുള്ളറ്റില് എന്ന് യമുന പറയേ. എന്നിട്ട് അവൻ എവിടെ എന്ന് വിനീതും. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു എന്ന് യമുന അവനെ തിരഞ്ഞുകൊണ്ട് പറയേ. നിന്നോട് വീട്ടിലിരിക്കാൻ പറഞ്ഞ കേൾക്കില്ലല്ലേ എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. ഗംഗേച്ചി ഞാനിപ്പോ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന് യമുനയും. വിനീതും ഗംഗയോടായി പോട്ടെ നമുക്ക് ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞു വിളിക്കേ. നീളമോൾ അവിടെയില്ല, സ്കാനിങ്ങിന് കൊണ്ടുപോയെന്ന അമ്മ പറഞ്ഞതെന്ന് യമുന പറയുന്നു. എവിടെ സ്കാനിങ് എന്ന് വിനീത് ചോദിക്കേ. ദേ അങ്ങോട്ടാ വിനീതേട്ട എന്ന് പറഞ്ഞ് യമുന കാണിച്ചു കൊടുക്കുകയാണ്. വിനീതിന്റെയും ഗംഗയുടെയും പുറകെ യമുനയും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ടെൻഷനോടെ അപ്പോഴും കാവേരിയെ തന്നെ നോക്കി അടുത്തു തന്നെ നിൽപ്പാ നിവിൻ. സങ്കടത്തോടെ അവൻ മനസ്സിൽ പറയുന്നുണ്ട്. കാവേരി എന്തിനാ ഇത്രയും ക്രൂരത, ഒന്നിങ്ങോട്ട് നോക്ക് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞവൻ നിൽക്കുമ്പോഴാണ് വിനീതും കൂട്ടരും അങ്ങോട്ടെത്തുന്നത്. നിവിനെ മൈൻഡ് ചെയ്യാതെ അവർ കാവേരിയുടെ അരികിലേക്ക് ചെല്ലുകയാ. ഗംഗ കാവേരിയോടായി കാവേരി സ്കാനിങ്ങിന്റെ ബില്ലടച്ചോ എന്ന് ചോദിക്കേ. അടച്ചു എന്ന് കാവേരി പറയുന്നുണ്ട്. അതിനുള്ളത് നിന്റെ കയ്യിലുണ്ടായിരുന്നോ എന്ന് ചേച്ചി ചോദിക്കേ. അതിനുള്ളതും കൂടി ഉണ്ടായിരുന്നു എന്ന് കാവേരി. എത്ര ടെസ്റ്റായി, ഇനിയും കുറെ ഉണ്ടോ എന്ന് ഗംഗ ചോദിക്കുമ്പോഴേക്കും നിവിൻ അവരുടെ അരികിലേക്ക് ഓടിച്ചെന്ന് അല്ല പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ തരുമായിരിക്കുമല്ലേ, അല്ല ആരെങ്കിലും ചോദിച്ചോ നിന്നോട് എന്ന് വിനീതും ദേഷ്യത്തോടെ ചോദിക്കുന്നു. വിനീതേട്ടാ എന്ന് ടെൻഷനോടെ കാവേരി വിളിക്കേ. ഗംഗയും അവളെ തടഞ്ഞ് കാവേരി കാര്യമുണ്ട്, നിന്റെ പേരിലുള്ള പ്രശ്നം മാത്രമല്ല രാഗിണി ബൈക്കിൽ ഇവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്നതേ ഞാൻ കണ്ടതാ എന്ന് ഗംഗേച്ചി പറയുന്നത് കേൾക്കെ ഞെട്ടലോടെ നിവിനെ തന്നെ നോക്കി നിൽപ്പാ യമുനയും. ഇപ്പോതെ യമുനയും ബൈക്കിൽ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അത്ര വെടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല, വെറുതെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നത്, നിവിന് നമ്മളോടുള്ള അടുപ്പമൊക്കെ മതി എന്ന് ഗംഗ തീർത്തു പറയുന്നത് കേൾക്കെ. എടാ വിനീതേ എന്ന് ടെൻഷനോടെ വിളിക്കുന്നു.
ചോദിക്കുന്നുണ്ട് നിവിൻ. അവനൊരു പണക്കാരൻ വന്നേക്കുന്നു, നിന്നെ ആരാടാ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് ദേഷ്യത്തോടെ വിനീതും ചോദിക്കുന്നുണ്ട്. വിനീതേട്ടാ, എന്നെ കൊണ്ടുവരാൻ വേണ്ടിയ നിവിനേട്ടൻ എന്ന് യമുന ടെൻഷനോടെ പറയാ. നിന്നോട് ആരാടി ചോദിച്ചത് എന്നവളെ വഴക്ക് പറഞ്ഞ് ഗംഗ നിവിനോടായി പറയാതിരിക്കാൻ വയ്യ നിവിൻ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ച് ആദ്യം നിവിൻ വരും, പിന്നാലെ നിവിന്റെ അമ്മ വരും, അതിനു പുറകെ നിവിന്റെ അമ്മാവൻ വരും. എല്ലാം കൂടി താങ്ങാനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ല, ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടേക്ക്, ജീവിച്ചു പൊക്കോട്ടെ എന്ന് കൈകൂപ്പി ഗംഗ പറയുന്നുണ്ട്. ഗംഗ ഞാൻ എന്ന് ടെൻഷനോടെ നിവിൻ പറയേ. ഉപകാരവും വേണ്ട ഉപദ്രവവും വേണ്ട, അത്രയ്ക്ക് അടുപ്പമൊക്കെ മതി, നമുക്ക് ഇവിടം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാം. ഞാൻ വിനീതേട്ടനോടും പറഞ്ഞിട്ടുണ്ട് എന്ന് ഗംഗ ദേഷ്യത്തോടെ പറയുകയാ. നിവിനും വിനീതിനോടായി എടാ നിളയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞിട്ടാ ഞാൻ എന്ന് പറയേ. നിളയുടെ അസുഖമൊക്കെ ഞങ്ങളുടെ പ്രശ്നമാണ് നിവിനെ, നീ അതോർത്ത് ടെൻഷൻ ആവണ്ട, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടുപ്പമുണ്ടാക്കാന്നായിരിക്കുമല്ലേ നിന്റെ വിചാരം, അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ലെന്ന് വിനീതും തീർത്തു പറയുകയാ. നിവിനും ടെൻഷനോടെ സോറി, ഞാൻ നിങ്ങൾക്കാർക്കും ശല്യം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടില്ല, ഞാൻ പൊക്കോളാം, സോറി ഗംഗേ, സോറി കാവേരി എന്ന് പറഞ്ഞവൻ സങ്കടത്തോടെ നടന്നു നീങ്ങുകയാ. യമുന അവന് പിറകെ പോവാൻ തുടങ്ങുന്നേരം ഗംഗയും അവളോടായി നീ എങ്ങോട്ടാ എന്ന് ചോദിക്കേ. അല്ല അമ്മ എവിടെ ഒറ്റയ്ക്ക് എന്ന് യമുനയും. അമ്മയുടെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, തൽക്കാലം അവിടെ ഇരിക്കുക എന്ന് പറയേ യമുന അവിടെയുള്ള ചെയറിലേക്ക് ഇരിക്കുക. ഗംഗയും കൂട്ടരും അവിടെയുള്ള ചെയറിലേക്ക് ഇരിക്കുമ്പോഴേക്കും സങ്കടത്തോടെ നടന്നു പോകുന്ന നിവിനെ ശ്രദ്ധിച്ചുകൊണ്ട് കാവേരി അവനൊരു മെസ്സേജ് അയക്കുകയാണ്. സോറി എന്നുള്ള അവളുടെ മെസ്സേജ് വായിച്ച് സങ്കടത്തോടെ അവളെ ഒന്ന് നോക്കി നിറഞ്ഞു വന്ന കണ്ണു തുടച്ചുകൊണ്ട് നിവിൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് നിളയുടെ സ്കാനിംഗ് റിപ്പോർട്ട് നോക്കിയ ഡോക്ടർ പറയുന്നുണ്ട് സംശയം ശരിയായിരുന്നു, നിളമോൾക്ക് ജന്മന ഹൃദ്രോഗമുണ്ട്. ഇന്ന് രാവിലെ കൂടി ഓടിച്ചാടി നടന്ന കുട്ടിയാ ഡോക്ടർ എന്ന് കാവേരിയും പറയുകയാണ്. ചില കേസുകൾ അങ്ങനെയാ, സിംറ്റംസ് കാണിച്ചെന്ന് വരില്ല, പക്ഷേ ഇനി ശ്രദ്ധിച്ചേ പറ്റൂ എന്ന് ഡോക്ടർ പറയേ. ഇനി എന്താ ഡോക്ടർ ചെയ്യാൻ പറ്റുക എന്ന് ശാരദയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. ഒരു ഓപ്പറേഷൻ വേണ്ടിവരും എന്ന് ഡോക്ടർ പറയുന്നത് കേൾക്കെ. ഓപ്പറേഷനോ? നിളമോള് കുഞ്ഞല്ലേ ഡോക്ടറെ, ഓപ്പറേഷന്റെ വേദനയൊക്കെ അവൾക്ക് താങ്ങാൻ പറ്റുമോ എന്ന് ശാരദയും ചോദിക്കുന്നു. നിളക്കുട്ടി ഒരു 100 വയസ്സ് വരെ ആരോഗ്യവതിയായി ജീവിക്കണ്ടേ, നിളയുടെ ആയുസിന്റെ ദിവസങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയല്ല കൂട്ടാൻ വേണ്ടിയാണ് ഈ ഓപ്പറേഷൻ എന്ന് ഡോക്ടർ പറയുന്നത് കേൾക്കെ. ഡോക്ടറെ ഓപ്പറേഷൻ അല്ലാതെ വേറെ വഴിയൊന്നുമില്ലേ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. ഇല്ല, വേറെ വഴിയൊന്നുമില്ലെന്ന് ഡോക്ടർ തീർത്തു പറയേ. എന്നത്തേക്ക് ഡോക്ടർ ഓപ്പറേഷൻ എന്ന് കാവേരിയും ചോദിക്കുന്നു. എത്രയും പെട്ടെന്ന് ചെയ്യുന്നോ അത്രയും നല്ലതെന്ന് ഡോക്ടറും. ഇപ്പൊ വീട്ടിൽ പോകാൻ പറ്റുമോ ഡോക്ടറെ എന്ന് ശാരദ ചോദിക്കേ. വീട്ടിൽ പോവാം, തൽക്കാലം പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, ഞാൻ മരുന്ന് തന്നുവിടാം, ഓപ്പറേഷൻ വരെ അത് മുടങ്ങാതെ കഴിക്കണം, ഇന്നോ നാളെയോ ഓപ്പറേഷൻ വേണമെന്നില്ല, 1-2 ആഴ്ച സാവകാശം കിട്ടും, പക്ഷേ 1 മാസത്തേക്കൊന്നും നീണ്ടുപോകരുത്. പിന്നെ ഓപ്പറേഷൻ അല്പം ചിലവേറിയതാണ്, പ്രോബ്ലം ഹാർട്ടിന്റെ വാൽവിനായതുകൊണ്ട് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ചിലവാകും എന്ന് ഡോക്ടർ പറയുന്നത് കേൾക്കെ. 10 ലക്ഷം രൂപയോ ഡോക്ടറെ എന്ന് വിനീതും അമ്പരപ്പോടെ ചോദിക്കുകയാണ്. അതെ, അതിനേക്കാൾ വിലയുള്ളതാണല്ലോ നിളമോളുടെ ജീവൻ. പിന്നെ ഓപ്പറേഷനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ പുഷ്പവാടിയിലില്ല, അതിന് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവേണ്ടി വരുമെന്ന് ഡോക്ടർ പറയും. തിരുവനന്തപുരത്തേക്കോ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് തരാം, ഇപ്പോ നിളമോളെ കൂട്ടിക്കൊണ്ട് പോയിക്കോ, ഓപ്പറേഷന് റെഡിയാവുന്ന സമയത്ത് അറിയിച്ചാൽ മതി, സിറ്റിയിലെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വേണ്ട ഡോക്യുമെന്റ്സും ലെറ്ററും എല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ട് ശാരദ സങ്കടം സഹിക്കാൻ കഴിയാതെ കരച്ചിലോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അമ്മയുടെ കൂടെ ബാക്കിയുള്ളവരും പുറത്തേക്ക് ഇറങ്ങി പോവുകയാ. കരയാതമ്മേ എന്ന് ശാരദയെ ചേർത്ത് പിടിച്ച് കാവേരി ആശ്വസിപ്പിക്കുകയാണ്. ദൈവം എന്തിനാ മോളെ നമ്മളോട് ഇങ്ങനെ ശത്രുത കാണിക്കുന്നത് എന്നമ്മ കരച്ചിലോടെ ചോദിക്കേ. അമ്മ കരയാതിരിക്കെ, നിളമോളിപ്പോ ഇതൊന്നും അറിയരുത്, അവളെ കൊണ്ടിത് താങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അമ്മയെ കൂട്ടി നിളയുടെ അടുത്തേക്ക് പോവുകയാ കാവേരിയും കൂട്ടരും. അവിടെ റിസോർട്ടിൽ നിവിന്റെ കല്യാണത്തിനുള്ള ഇൻവിറ്റേഷൻ കാർഡ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക രാജിയും സത്യേട്ടനും. ഒരു കാർഡ് നോക്കി ഇത് കൊള്ളാലോന്ന് രാജി പറയേ. ഇതോ? എന്റെ രാജി, നീ ഇപ്പോഴും 2000 തന്നെ നിൽക്കുവാണോ? അവിടെ നിന്ന് ബസ് പിടിച്ച് ഇങ്ങോട്ട് വാ. ഈ ക്ഷേത്രവും നിലവിളക്കുമൊക്കെ വെഡിങ് കാർഡിൽ നിന്ന് പുറത്തായിട്ടെ കാലം കുറച്ചായി, ജെൻസി പിള്ളേരിത് കണ്ടാലേ നമ്മൾ പഴഞ്ചനാണെന്ന് പറയും എന്ന് സത്യം പറയേ. എന്നാ പിന്നെ സത്യേട്ടൻ തന്നെ നോക്കിയെടുക്കുന്ന രാജി. അപ്പോഴാണ് ജയപാലൻ അങ്ങോട്ട് വന്നത്. അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി എന്താ അളിയ വിശേഷിച്ച് എന്ന് സത്യം ചോദിക്കുക. വിശേഷമൊന്നുമില്ലെങ്കിൽ എനിക്ക് ഈ വഴി വന്നൂടെ, എന്തോ ആളിയാ എന്ന് ജയപാലനേട്ടൻ എപ്പോ വേണേലും വരാലോ ഇങ്ങോട്ട് എന്ന് രാജി പറയുമ്പോഴേക്കും രാജി നീ പോയൊരു കോഫി എടുക്കെന്ന് സത്യം പറയുന്നു. അയ്യോ രാജി വേണ്ട, ഇപ്പൊ പുറത്തുനിന്ന് കുടിച്ചതേ ഉള്ളു അളിയ എന്ന് ജയപാലൻ പറയേ. ഒരെണ്ണം കൂടി കുടിച്ചെന്ന് കരുതി കുഴപ്പമൊന്നും വരില്ല അളിയ എന്ന് സത്യം. കുഴപ്പമൊന്നും വരില്ലെന്നോ? അളിയ ഷുഗറെ ഹൈ ലെവലില്ല, കല്യാണത്തിന് ഓടി നടക്കണ്ടേ, അല്ല അളിയൻ എന്നെ കിടത്താനുള്ള പരിപാടിയാണോ എന്ന് ജയപാലൻ ചോദിക്കേ. അതിനെന്താ, വിത്തോട്ട് കുടിച്ചാ പോരെ എന്ന് സത്യനും. രാജി വീണ്ടും ചായ എടുക്കാനോ എഴുന്നേൽക്കുമ്പോഴേക്കും വേണ്ട, എനിക്ക് കാര്യമുണ്ടെന്ന് പറഞ്ഞ് കവറിൽ നിന്ന് ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് സത്യന്റെ കയ്യിലേക്ക് കൊടുക്കും. അവരത് നോക്കുമ്പോഴേക്കും അതെ, വെഡിങ് കാർഡ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തത്, ആദ്യത്തേത് ഇവിടെ തന്നെ തരാമെന്ന് വിചാരിച്ചു. അല്ലളിയാ, ഞാനേ ഒരു 1200 കാർഡ് പ്രിന്റ് അടിച്ചുള്ളൂ, അത് തികയല്ലോ അല്ലേ എന്ന് ജയപാലൻ ടെൻഷനോടെ ചോദിക്കേ. അളിയൻ ടെൻഷൻ ആവണ്ട, എന്തായാലും ഞങ്ങൾക്കും പ്രിന്റ് ചെയ്യണ്ടേ, അളിയൻ ഞങ്ങളെ കയറി ഓവർടേക്ക് ചെയ്തുമെന്ന് കരുതിയില്ലെന്ന് സത്യനും. അത് കേട്ട് ജയപാലനും ചിരിയോടെ എന്റെ അളിയ ആകെ ഒരു മോളല്ലേ ഉള്ളത്, അവളുടെ കല്യാണം നടത്തുന്നതിലുള്ള എക്സൈറ്റ്മെന്റിലാ ഞാനും എന്ന് ജയപാലൻ പറയേ. ഇതിന് നല്ല ചിലവായി കാണുമല്ലോ ജയപാലേട്ടാ എന്ന് രാജി ചോദിക്കുന്നു. എന്തോന്ന് രാജി ഇത് ചെലവോ? ഇപ്പോഴത്തെ ട്രെൻഡിങ്
ഡിമാൻഡിങ് ആയ എക്സ്പെൻസീവ് ആയ കാർഡ് കാണിച്ചു തരാനേ ഞാൻ ആ കടക്കാരോട് പറഞ്ഞു. അയാൾ എടുത്തിട്ട് തന്നേലേ എനിക്കിഷ്ടമുള്ളത് ഞാൻ ഇങ്ങെടുത്തു. വിലയൊന്നും നോക്കിയില്ല. പിന്നെ ഈ കാർഡ് സെലക്ട് ചെയ്തത് ആരാന്ന് വിചാരിച്ചിരിക്കുന്നത്? നമ്മുടെ രാഗിണി മോള് എന്ന് സന്തോഷത്തോടെ ജയപാലൻ പറയുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് സത്യനും. ഇതിനൊക്കെ എന്റെ മരുമോൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സന്തോഷമായിട്ട് അങ്ങ് പോയേനെ. അവൻ ഇതിനൊന്നും കിട്ടത്തില്ലല്ലോ എന്ന് പരിഭവത്തോടെ ജയപാലൻ പറയുന്നുണ്ട്. രാജി, നീ പോയി അവനെ ഇങ്ങോ വിളിച്ചോണ്ട് വായെന്ന് പറഞ്ഞ് സത്യൻ രാജേശ്വരിയെ പറഞ്ഞു വിടുക. എല്ലാവർക്കും കാർഡ് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞാ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ എന്ന് സത്യൻ ജയപാലനോടായി പറയുക. അളിയനിപ്പോ അതിന്റെ യാതൊരു ടെൻഷനും വേണ്ട. ബന്ധുക്കളൊക്കെ നമുക്ക് കോമൺ ആയിരിക്കും അളിയ. അവരെയൊക്കെ ഞാൻ അങ്ങ് നേരിട്ട് പോയി ക്ഷണിച്ചോളാം. പിന്നെ അളിയന്റെയും രാജിയുടെ സുഹൃത്തുക്കളുടെയും കാര്യം നോക്കിയാൽ മതി എന്ന് ജയപാലൻ പറയുന്നതുകൾക്ക് അളിയനെ ഇങ്ങനെ എല്ലാത്തിനും ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ എന്ന് സത്യനും പറയുന്നുണ്ട്. ഓ, ഇതെന്തൊരു ബുദ്ധിമുട്ടാ. പിന്നെ കുറച്ച് ദൂരമുള്ളവർക്ക് നമുക്ക് കാർഡ് കൊറിയർ അയക്കാം, എന്നിട്ട് വിളിച്ചു പറയാം അളിയ, അത് മതിയെന്ന് ജയപാലൻ പറയുമ്പോഴേക്കും ഇവനെ പിടിച്ചു വലിച്ചുകൊണ്ട് രാജി അങ്ങോട്ട് വരുന്നു. അവൻ ആ കാർഡ് കാണിച്ചു കൊടുത്തുകൊണ്ട്, എടാ ജയപാലനങ്ങളെ, നിങ്ങളുടെ വെഡിങ് കാർഡ് പ്രിന്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുക, നോക്കിയേ എന്ന് പറഞ്ഞ് കാർഡ് നീട്ടുന്നുണ്ടെങ്കിലും നിവിൻ മുഖം തിരിച്ചു നിൽക്കും. രാജി അത് സത്യേട്ടന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി നിവിന്റെ കയ്യിലേക്ക് കൊടുത്ത്, നോക്കടാ എന്ന് പറയുന്നു. ഇതെന്ത് കാണാനാമേ എന്ന് നിവിനും ദേഷ്യത്തോടെ ചോദിക്കുക. അത് കണ്ട് ജയപാലനും, എടാ നിവിനെ, ഒരു പരിചയക്കാരൻ കൊണ്ടുവരുന്ന കാർഡാണെങ്കിലും നമ്മളൊന്ന് ഓടിച്ചു വായിച്ചു നോക്കൂ എന്ന് പറയേ, ഞാനൊരു അർജന്റ് കോളിലായിരുന്നു എന്ന് നിവിനും. എടാ, ഇതേ നിന്റെ വെഡിങ് കാർഡാ, ഇത് രാഗിണി തനിയെ പോയി സെലക്ട് ചെയ്തത്. ഇപ്പൊ അവളുടെ കൂട്ടുകാരെ വിളിച്ചോണ്ടിരിക്കുക. ഇത് നീയും രാഗിണിയും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാ ഇതൊക്കെ എന്ന് ജയപാലൻ പറയുന്നത് ഇഷ്ടമാവാതെ ആ കാർഡ് അമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തോണ്ട്, ഞാനൊരു വെഡിങ് കാർഡും സെലക്ട് ചെയ്യാൻ പോകുന്നില്ല, ആരെയും ക്ഷണിക്കാനും പോകുന്നില്ലെന്ന് പറഞ്ഞ് നിവിൻ മുകളിലേക്ക് കയറി പോവുകയാണ്. അവൻ എന്തോ അർജന്റ് കോളിലായിരുന്നു, അതാ എന്ന് രാജി ടെൻഷനോടെ പറയുന്നു. അത് കേട്ട് ജയപാലനും, രാജിയെ, നീ ആരെ ഈ വെള്ളപൂശ നോക്കുന്നത്? ഇതാദ്യമായിട്ടൊന്നുമല്ല അവൻ എന്നെയും എന്റെ മോളെയും അവമാനിക്കുന്നതേ. കല്യാണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചടങ്ങിന് അവനെ കണ്ടിട്ടുണ്ട്. അതേ, എന്റെ മോക്ക് വേറെ പയ്യനെ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, അവൾ അവനെ മാത്രം മതിയെന്നും പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുന്നുണ്ടാ. ഇല്ലെങ്കിൽ അനിയത്തിയുടെ മോനാണെന്നും ഞാൻ കണക്കാക്കത്തില്ലായിരുന്നു. ജയപാലിനെ അറിയാലോ നിങ്ങൾക്ക് എന്ന് ചോദിച്ച് എഴുന്നേറ്റുകൊണ്ട്, പിന്നെ നിങ്ങളുടെ മോനോട് പറഞ്ഞേരെ, എപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ലെന്ന്. ഒരു പ്രാവശ്യം കയ്യിൽ നിന്ന് പോയാൽ പിന്നെ പിടിച്ചാ കിട്ടത്തില്ല. പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് ജയപാലൻ ദേഷ്യത്തോടെ ഇറങ്ങി പോവുക. ഈശ്വര, ഈ കല്യാണം കഴിയുമ്പോഴേക്കും ആദ്യ പിടിച്ച് ചാവുമല്ലോ എന്ന് രാജിയും ടെൻഷനോടെ മനസ്സിലോർക്കുക. അവിടെ രാത്രിയാകുമ്പോൾ സ്നേഹതീരത്തിൽ ശാരദ ജയപാലന്റെ പെട്ടിയും എടുത്തുകൊണ്ടുവന്നിരിക്കുക. കാവേരിയും അരികിലിരിപ്പുണ്ട്. ആ പെട്ടിയിൽ തലോടിക്കൊണ്ട് ശാരദ പറയുകയാ, എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഞാനിതെടുത്ത് കുറച്ചു നേരം നോക്കാറുണ്ട്. അരവിന്ദേട്ടൻ ഗൾഫില് സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടിയല്ലേ, അവിടെയൊക്കെ ഡോർമെട്രി പോലെയാ ആൾക്കാർ കിടന്നുറങ്ങിയിട്ടുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ അവരുടെ അലമാരയും നിലവറയും ബാഗുമെല്ലാം ഈ ഒരൊറ്റ പെട്ടിയാ. വിലപ്പെട്ടതെല്ലാം അതിനുള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് അവരതെല്ലാം എന്നും തുറന്നു നോക്കി ഭദ്രമായി അടച്ചുപൂട്ടി വെക്കുകയും ചെയ്യും. അരവിന്ദേട്ടന്റെ കൈവിരലുകൾ എത്ര വട്ടം വീണതായിരിക്കും ഇതിനുമേൽ. ഇതിങ്ങനെ തൊട്ടും തടവി നിൽക്കുമ്പോ അരവിന്ദേട്ടൻ എന്റെ വിരൽത്തുമ്പും പിടിച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. പേടിക്കേണ്ട ശാരദേ, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്നത് പോലെ. ഉറക്കം വരാത്ത പല രാത്രികളും ഞാൻ ഈ പെട്ടിയുടെ പുറകിലേക്ക് നോക്കി കിടക്കും. ഗൾഫിലായിരുന്നപ്പോ അരവിന്ദേട്ടന് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ പെട്ടിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ശാരദ കണ്ണീരോടെ ആ പെട്ടി തുറക്കുക. അരവിന്ദേട്ടൻ പെട്ടിയിലടച്ച് സൂക്ഷിച്ചത് വെറുതെ കുറച്ച് സാധനങ്ങളായിരുന്നില്ല, നമ്മളെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. അപ്പോ പ്രിയം കൂടുമല്ലോ പെട്ടിയോട്. ചില രാത്രികളിൽ ഈ പെട്ടി നോക്കി കിടക്കുമ്പോ എനിക്ക് ഈ പെട്ടിയോടെ ചിലപ്പോഴേ അസൂയയും കുശുമ്പുമൊക്കെ തോന്നും. എന്നേക്കാൾ കൂടുതൽ കാലം അരവിന്ദേട്ടൻ കണ്ടത് ഈ പെട്ടിയാണല്ലോ എന്നോർക്കുമ്പോ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാനുള്ള തിടുക്കത്തിൽ ഒരു ജീവിതം മുഴുവൻ മരുഭൂമിയിൽ ഹോമിച്ചു. ശരിക്കും ഒന്ന് സന്തോഷിച്ചിട്ട് പോലുമില്ല ആ മനുഷ്യൻ. പാവം. എന്നിട്ട് എന്തു നേടി? ആ മനുഷ്യന്റെ ഭാര്യ ഇപ്പോ സ്വന്തം കുഞ്ഞിന്റെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടിയുള്ള പണത്തിന് വേണ്ടി അതേ പെട്ടിയിലെ പൊട്ടിയ സ്വർണ്ണ ചെയിൻ തിരയുന്നു. എന്നമ്മ പറയുന്നത് കേൾക്കെ, അത് ഇതിലുണ്ടോ അമ്മേ എന്ന് കാവേരിയും ചോദിക്കും. ഇതിൽ കിടക്കുന്നത് ഞാൻ കണ്ടതാ. ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് അരവിന്ദേട്ടന്റെ കയ്യിൽ ആ ഒരു ചെയിൻ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആദ്യത്തെ സമ്പാദ്യം ഒരു പ്രതിസന്ധിയിലും വന്ന് നിൽക്കാൻ പാടില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ചെയിൻ പഴകിത്തെഞ്ഞു പൊട്ടിയിട്ടും മാറ്റി വാങ്ങാതിരുന്നത് അതുകൊണ്ടാ എന്ന് പറഞ്ഞ് ശാരദ പെട്ടിയിൽ അത് തിരയുമ്പോഴേക്കും, അമ്മേ, അങ്ങനെയാണെങ്കിൽ അത് വിൽക്കണോ അമ്മയെന്ന് കാവേരിയും ചോദിക്കും. പണത്തിന് വേണ്ടിയല്ലേ, ഒന്നും രണ്ടും അല്ലല്ലോ. 10 ലക്ഷം രൂപ അരവിന്ദേട്ടൻ പോയി ഞാൻ ജീവനോടെ ഉള്ളതുകൊണ്ടാ ഈ ഓർമ്മകളുടെ കാര്യമൊക്കെ നീ അറിയുന്നത്. ഞാൻ കൂടി പോയാൽ ഈ ഓർമ്മകൾ കൂടി മരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും ആ പെട്ടിയിൽ തിരഞ്ഞുകൊണ്ട്, ചെയിൻ കാണുന്നില്ലല്ലോടി എന്ന് ശാരദ പറയുന്നു. ഇങ്ങതാ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് കാവേരി പെട്ടി തിരയുമ്പോഴാണ് അതിൽ നിന്ന് ഒരു മൊബൈൽ കിട്ടുന്നത്. അമ്മേ എന്നവൾ അമ്പരപ്പോടെ ചോദിക്കേ, അത് അച്ഛൻ ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന മൊബൈലാണ് എന്ന് ശാരദ പറയുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.